ഹലോ ഗൈസ്, ഹൗ ആർ യു? ഗൈസ്, ഇപ്പോൾ എല്ലായിടത്തും ഫേസ് ആപ്പ് ആണല്ലോ ഫേമസ്. സോ നമുക്കൊന്ന് ഫേസ് ആപ്പ് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഫേസ് ആപ്പ് ആണ് ഇപ്പോൾ വിഷയം. ഫേസ് ആപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ DP തന്നെ എടുത്തിരിക്കുകയാണ്. ഇംപ്രഷൻ, സ്മൈൽസ്, ബിയർഡ്സ്, ജെൻഡർ, ഹെയർ സ്റ്റൈൽസ്, ഹെയർ കളർസ്, ഏജ്. നമുക്ക് ആദ്യം നോക്കുക. സ്മൈൽ ചിരിപ്പിക്കാനൊക്കെ പറ്റുമോ? അയ്യോ. ബിയർഡ്സ്, താടി മീശ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫേസ് ആപ്പിന് എനിക്ക് താടി തരാൻ പറ്റുമോ നോക്കട്ടെ. പാങ്ക്. അയ്യോ, ഇതായിരുന്നു എനിക്ക് താടി തന്നാനുള്ള പോലെ. ഇത് കാണാനാണോ ഞാൻ കാത്തിരുന്നത്? എനിക്ക് താടി ഇല്ലാത്തിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് താടി ഇല്ലാത്ത തന്നെയാണ് നല്ലത്. താടി വരട്ടെ, വരുവാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഐ എം ഹാപ്പി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് വരാം. ജെൻഡർ. ഒറിജിനൽ ഇതാണ്. നമുക്ക് ഫീമെയിൽ ജെൻഡർ, അതായത് ഞാനൊരു പെണ്ണിന്റെ രൂപത്തിലായാൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ഫീമെയിൽ. അയ്യോ അയ്യോ, ഒരു പ്രത്യേകതരം മുഖമാണല്ലോ. ഫീമെയിൽ രണ്ടെണ്ണം ഉണ്ട്. ഫീമെയിൽ 1ഉം ഫീമെയിൽ 2ഉം. ഫീമെയിൽ 2 നോക്കട്ടെ. എന്തായാലും കോമഡി ആയിട്ടുണ്ട്. എന്നാൽ ഇവരെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് ഹെയറും ഇതൊക്കെ വരുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മസ്കുലിനോ എന്താ? ഞാൻ ധൃതങ്ക മുളയുന്നതിനെപ്പി. ഓക്കെ, നെക്സ്റ്റ് ഏജ്. യങ് കുറെ എണ്ണം ഉണ്ട്. യങ് 2. ഓൾഡ്. ഞാൻ ഓൾഡ് ആയാലും എങ്ങനെ ഉണ്ടാവും നോക്കാം. ശരിയാ, വയസ്സായാലും ഇപ്പൊ ആരും ഷാറുഖ് ഖാനെ പോലെ ഒന്നും ഉണ്ടാവില്ല. ഓ മക്കളെ, ഞാനാണ് അക്ഷയ് വ്ളോഗർ. ഒരു കാലത്ത് ഞാൻ യൂട്യൂബിൽ ഭയങ്കര സംഭവമായിരുന്നു. പുളു അടിക്കാണ്ട് പോകളവാ. എന്റെ ഫേസ് ആപ്പിന്റെ അവസ്ഥയാണ് ഇത്. നമുക്കിനി ഫേമസ് സെലിബ്രിറ്റികളുടെ ഫേസ് ആപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശ്രീനിവാസൻ, മോഹൻലാൽ, നെക്സ്റ്റ് മമ്മൂക്ക, യോ കുഞ്ചാക്കോ ബോബൻ, സലീംകുമാർ, സുരാജ് വെഞ്ഞാറമ്മൂട്. ഈ ആപ്പ് ഭയങ്കര സംഭവമാട്ടോ. ഉണ്ണി മുകുന്ദൻ, ഷൈനികം, സൗബിൻ സാഹിർ, ദുൽഖർ സൽമാൻ, നിവിൻ പോളി. ഓ മൈ ഗോഡ്, നിവിൻ പോളിയൊക്കെ ഹോളിവുഡ് നടീനെ പോലെയാ. ടൊവിനോ. ഹോളിവുഡിലൊക്കെയുള്ള നടിമാരെ പോലെ തന്നെയാണ് ഒട്ടുമിക്ക ആണുങ്ങളുടെ ഇത് വരുന്നത്. ധ്യാൻ ശ്രീനിവാസനെ കണ്ടില്ലേ? ഇങ്ങനെ പോയാൽ ഹീറോയിൻസിന് വരെ ഇവരെ മേക്ക് ഓവർ ചെയ്ത് അഭിനയിപ്പിക്കേണ്ടി വരുമല്ലോ. ഇത്രയും ലുക്കൊക്കെ ഉള്ള മലയാള സിനിമ നടി ഉണ്ടോ? ശ്രീനാഥ് ബാസി. അയ്യോ, ടുട്ടുമോൾ. ഇതൊക്കെ കണ്ടിട്ട് ടിക്ടോക്കിലുള്ള ചേച്ചിമാര് പ്രതികരണമായിട്ട് എത്തിയിട്ടുണ്ട്. ഫേസ് ആപ്പ് ഉണ്ടാക്കിയത് ഏതോ ശ്രീവിരോധിയാ, അതെനിക്ക് മനസ്സിലായിന്ന്. കാരണം എന്ന് വെച്ചാൽ ആണുങ്ങളുടെ ഫോട്ടോ അങ്ങോട്ട് ഇടുമ്പോ സുന്ദരികളായിട്ട് വരുക, നമ്മളെക്കാട്ടി സുന്ദരികളായിട്ട് ഇടുക. നമ്മുടെ ഫോട്ടോ ഇട്ടാലോ എന്റെ ദൈവമേ, ഓർമ്മിപ്പിക്കില്ലേ, ഒരുമാതിരി കാട്ടുജാതികൾ ഇറങ്ങി വരുന്ന പോലെ ആണായി കഴിയുമ്പോഴത്തേക്ക്. എന്താ ഇതിങ്ങനെ? കാമുകൻ ഫേസ് ആപ്പിൽ എഡിറ്റ് ചെയ്ത DP കണ്ട സൈക്കോ കാമുകി. എന്ത് ഭംഗിയല്ല പെണ്ണിനെ കാണാൻ. അവൻ നന്നായിട്ട് ചെയ്തു. എന്നെ വേണ്ടെന്ന് വെച്ച് നന്നായി. ചെക്കന്മാരൊരു രക്ഷയല്ലട്ടോ. നീയൊക്കെ പെണ്ണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ചത്താ മതിയായിരുന്നു. ചെക്കന്മാരൊരു രക്ഷയല്ലട്ടോ. നീയൊക്കെ പെണ്ണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ചത്താ മതിയായിരുന്നു. ചെക്കന്മാരൊരു രക്ഷയല്ലട്ടോ. നീയൊക്കെ പെണ്ണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ചത്താ മതിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.